എസ് രാജേന്ദ്രൻ ദേവികുളത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യത എന്നൊരു വാർത്ത വരുന്നുണ്ട്. CPIM മുൻ MLA ആയ രാജേന്ദ്രൻ ഇന്നലെയാണ് ബി.ജെ.പിയിൽ ചേർന്നത്. ചന്തു ചന്ദ്രശേഖർ വിവരങ്ങളുമായിട്ട് നമുക്കിപ്പോൾ തത്സമയമുണ്ട്. ചന്തു, ഇപ്പോൾ ഇന്നലെ ബി.ജെ.പി. അംഗത്വമൊക്കെ സ്വീകരിച്ചതിന് ശേഷം എസ് രാജേന്ദ്രൻ പറഞ്ഞത് ബി.ജെ.പിക്ക് മുന്നിൽ താൻ ഉപാധികളൊന്നും വച്ചിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമില്ല എന്നുമൊക്കെയാണ്. ഇപ്പോൾ മത്സരിച്ചേക്കും എന്ന വാർത്തകൾ വരുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? സേതുലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം എസ് രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് BJP ആസ്ഥാനത്തെത്തി BJPയിൽ നിന്നും അംഗത്വം സ്വീകരിച്ചതിന് ശേഷം അതിനു മുൻപും അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരുന്നത് മത്സരിക്കാൻ താല്പര്യമില്ല, മത്സരിക്കാൻ ആഗ്രഹമില്ല എന്നതാണ്. പക്ഷേ അപ്പോഴും മാധ്യമപ്രവർത്തകർ ചോദിച്ചത് പാർട്ടി നിർബന്ധിച്ചാൽ മത്സരിക്കുമോ എന്നതായിരുന്നു. അതിന് അദ്ദേഹം കൃത്യമായി മറുപടിയും തന്നില്ല. എന്തായാലും ദേവികുളത്ത് എസ് രാജേന്ദ്രൻ തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായി വരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അത് കൂടുതലും ദേവികുളത്ത് പ്രത്യേകിച്ച് തോട്ടം മേഖല ഒക്കെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ആ പ്രദേശത്തിൻ്റെ ഒരു അത്തരത്തിലൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. അതുകൊണ്ട് എസ് രാജേന്ദ്രനെ അവിടെ മത്സരിപ്പിക്കാൻ BJPക്കും അത്തരത്തിൽ തന്നെയാണ് ആലോചനയുള്ളത്. എന്തായാലും എസ് രാജേന്ദ്രൻ അവിടെ മത്സരിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. എസ് രാജേന്ദ്രൻ പ്രത്യേകിച്ച് ഉപാധികളൊന്നും പാർട്ടിയിൽ വച്ചിട്ടല്ല BJPയിലേക്ക് വന്നതെന്ന് വ്യക്തമാക്കുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ആരുമില്ല എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷേ ഫെബ്രുവരി 8-ന് മൂന്നാറിൽ ഒരു വലിയ പൊതുയോഗം ചേരുന്നുണ്ട്. ആ പൊതുയോഗം രാജീവ് ചന്ദ്രശേഖറാണ് ആ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ 100ഓളം വരുന്ന എസ് രാജേന്ദ്രനെ അനുകൂലിക്കുന്നവർ BJPയിൽ എത്തും എന്നാണ് BJP തന്നെ വ്യക്തമാക്കുന്നത്. അപ്പോൾ എസ് രാജേന്ദ്രൻ എന്തായാലും ദേവികുളത്ത് സ്ഥാനാർത്ഥി ആകും എന്ന മട്ടിൽ തന്നെയാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. പ്രധാനമായും നേരത്തെ CPMൻ്റെ 3 തവണ അവിടെ നിന്നും മത്സരിച്ച് ദേവികുളത്ത് നിന്നും മത്സരിച്ച് MLA ആയ വ്യക്തിയാണ്. CPMൻ്റെ ഒരു പ്രധാന മുഖമാണ്. തോട്ടമേഖലയിലൊക്കെ വളരെ ശക്തമായ ഒരു സ്വാധീനം എസ് രാജേന്ദ്രനുണ്ട്. അതുകൊണ്ട് തന്നെ തോട്ടമേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ BJPയുടെ ഒരു സ്വാധീനം വർദ്ധിപ്പിക്കാൻ കൂടി BJP ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി എസ് രാജേന്ദ്രനെ ദേവികുളത്ത് മത്സരിപ്പിക്കാനാണ് നിലവിലെ ആലോചന. ഓക്കെ, ശരി. ചന്തു ആണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന്